ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പുത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് കാംബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള കാന്ത വർക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. എല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇൻഡിഗോ ഷെയ്ഡ് എന്നൊക്കെ പറയാം. ആ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. കാംബ്രിക്കിലാണ് 60s by 60s ആയിട്ടുള്ള കാംബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവരും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഡീറ്റെയിൽ ആയി കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ കാന്ത വർക്കിലുള്ളതാണ് റണ്ണിങ് ഫാബ്രിക്സ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ചെറിയൊരു പ്രിന്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഒരു പൂവും 2 ഇലയുമായിട്ടുള്ള ഒരു പ്രിന്റാണ് ഇത്. നമുക്കൊന്ന് ക്ലോസ് വ്യൂവിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് പോയിരിക്കുന്ന കാന്ത വർക്ക് വൈറ്റ് കളറിലുള്ള ത്രെഡാണ്. അത് കൂടാതെ ഇതിന്റെ സൈഡിലായിട്ടൊരു റെഡ് കളറിലുള്ള ത്രെഡ് വെറുതെ ഇങ്ങനെ പോകുന്നുണ്ട്. കാന്തയായിട്ടല്ല, അതൊരു വീവിങ്ങിലാണ് അത് പോയിരിക്കുന്നത്, പ്രിന്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിന്റെ തന്നെ വേറൊരു കളറാണെന്ന് മാത്രമേ ഉള്ളൂ. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 പെർ മീറ്ററിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്കിതിനി വേറൊരു ഡിസൈൻ നോക്കാം. ഇതിനകത്ത് തന്നെ വന്നിരിക്കുന്നതാണ്. വേറെ പ്രിന്റാണ്, കുറച്ച് വലിയ പ്രിന്റാണ്. അപ്പോൾ വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പ്രിന്റുകളാണ് ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും സെയിം കളർ കോഡിൽ തന്നെയാണ്. ബ്ലൂവിനകത്ത് തന്നെ കാന്ത വർക്കോട് കൂടെ 44 ഇഞ്ച് വിഡ്ത്തിൽ 109 പെർ മീറ്ററിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് നെക്കിന്റെ സൈഡിലോ സ്ലീവിന്റെ എൻഡ് പാർട്ടിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തും ആ ഒരു റെഡ് കളറിലുള്ള ഒരു ത്രെഡ് വർക്ക് ഇതിനകത്ത് പോയിട്ടുണ്ട്, നമ്മൾ കാന്ത കൂടാതെ തന്നെ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് എന്തോ പറയുന്നത് ബ്ലൂവിൽ തന്നെയാണ്. കുറച്ചധികം വൈറ്റ് കളറിലുള്ള ഒരു പ്രിന്റും കൂടിയാണ് പോകുന്നത്. വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂവും കൂടെയുള്ള പ്രിന്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് വ്യൂവിൽ കാണാം. ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. മാത്രമല്ല ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ആ ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ പ്രൈസും 109 ആണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാന്ത കാണാം. അത് വന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് ഇത് വെയർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന 2 ഡിസൈനും കൂടെ ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് വെയർ ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. കാംബ്രിക് ആണ്, 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ആ ഒരു ബോർഡർ വർക്ക് ഇൻക്ലൂഡഡ് ആണ്. വൺ സൈഡിനകത്ത് ഇതിന്റെയും വൺ സൈഡിൽ ആ ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ ബോർഡർ പോകുന്നത്. നമ്മൾ കാണുന്നത് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ലീവ്സ് തന്നെയാണ് ഇതിനകത്ത്, ഫ്ലവേഴ്സ് ഇല്ല, ലീവ്സ് തന്നെയാണ് പോകുന്നത്. ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് വരിക എന്നുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത്. നമുക്കത് ക്ലോസ് ചെയ്തൊന്ന് കാണാം. അപ്പോൾ അതിന്റെ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബ്ലൂവും വൈറ്റുമായിട്ടുള്ള പ്രിന്റ് ആണ് അതിനകത്ത് പോയിരിക്കുന്നത്. ഇത് ലാസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഒരു പ്രിന്റ് ആണ്. കുറച്ചധികം വൈറ്റ് കൂടി നിൽക്കും. അപ്പോൾ ഒരു ഭയങ്കര ബ്ലൂ ആയിട്ടല്ല അത് തോന്നുക. ഞാനത് വെച്ച് കാണിച്ചു തരാം. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയായിരിക്കും വരുന്നത്. നമുക്കിതൊന്ന് ക്ലോസ് വ്യൂവിൽ കാണാം. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ കോട്ടണിൽ, പ്യുവർ കോട്ടണിൽ തന്നെ കാംബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. അതായത് കാംബ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ കണ്ടത്. 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിലാണ്
എല്ലാം തന്നെ ഒരു ബ്ലൂ കളറിലാണ് അതിനകത്ത് പോയിട്ടുള്ള പ്രിന്റിനാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതുപോലെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്കാവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നത് അതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.